الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനിയായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, ആജ്ഞാനിരോധങ്ങൾ ജീവിത ഇടപാടുകളിലുടനീളം മാനിച്ചുകൊണ്ടും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് അവസാന ശ്വാസം വരെയും നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിന്റെ ഇഷ്ടങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള ജീവിതം നയിക്കാൻ, അവസാനം ഈ ലോകത്ത് വിട പറയുമ്പോൾ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് പടച്ചവരെ കണ്ടുമുട്ടാൻ നാളെ മുത്തഖീങ്ങൾക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസ് അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനാനന്തര ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. റമദാനിന്റെ ആത്മീയമായ അന്തരീക്ഷത്തിൽ, അനുകൂലമായ സാഹചര്യത്തിൽ അല്ലാഹുവുമായി നമ്മൾ ഉണ്ടാക്കിയ ആഴമേറിയ ആത്മബന്ധം അത് ശവ്വാലിലും ദുൽഖഅദിലും തുടർന്നുള്ള മാസങ്ങളിലുമൊക്കെ തുടർന്നു കൊണ്ടുപോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അല്ലാഹുവിനുള്ള സമർപ്പണത്തിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പിശാചുമായുള്ള പോരാട്ടത്തിൽ അടിപതറാതിരിക്കാനുള്ള ചില ഓർമ്മപ്പെടുത്തലുകളും കഴിഞ്ഞ ആഴ്ച ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. പിശാച് നമ്മെ പിടികൂടാൻ സാധ്യതയുള്ള ഈ കാലഘട്ടത്തിലെ വിശ്വാസികളുടെ തഖ്വാബോധം ചോദ്യം ചെയ്യപ്പെടുന്ന സാമ്പത്തിക ജീവിതവുമായി ബന്ധപ്പെട്ട ചില ഓർമ്മപ്പെടുത്തലുകളും കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങളുടെ കഠിന ശത്രു
നിങ്ങളുടെ ഏറ്റവും തെളിഞ്ഞ ശത്രുവാണ് പിശാച് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്ന ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നതിൽ രണ്ടിടത്തും അല്ലെങ്കിൽ വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിങ്ങളുടെ തെളിഞ്ഞ ശത്രുവാണ് എന്ന് മുന്നറിയിപ്പ് നൽകുന്ന രണ്ടായത്തുകളിലും നമ്മുടെ റിസ്ക്കുമായി ബന്ധപ്പെട്ടാണ്, ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ മുന്നറിയിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സമ്പാദിക്കുന്നിടത്തും നമ്മൾ കഴിപ്പിക്കുന്നിടത്തുമൊക്കെ പാലിക്കേണ്ട ആ മുന്നറിയിപ്പിനെ സംബന്ധിച്ചാണ് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു അധ്യാപനമാണത്. കാരണം എത്ര കിട്ടിയാലും മതിയാവാത്ത ആവശ്യങ്ങളും ആഗ്രഹങ്ങളും, ജീവിത സങ്കല്പങ്ങൾ തന്നെ മാറിപ്പോയ ഒരു കാലമാണ്. ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വലിയ മാറ്റം വന്ന കാലമാണ്. സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഇന്ന് അധിക മനുഷ്യരും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര കിട്ടിയാലും പിന്നെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ബാക്കിയാകുന്ന ഒരവസ്ഥയിൽ നമ്മെ വഴിപിഴപ്പിക്കാൻ തക്കം പാർത്തിരിക്കുന്ന പിശാചിന് അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ നല്ല ജാഗ്രത പാലിക്കണം. അശ്ശൈത്താനു യഈദുകുമുൽ ഫഖർ വയഅ്മുറുകും ബിൽ ഫഹ്ശാ. പിശാച് ദാരിദ്ര്യം ഭയപ്പെടുത്തുകയും ഫഹ്ശാകൾ, നീചവൃത്തികൾ, അനുദായ്മകൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുമെന്ന ഖുർആനിന്റെ മുന്നറിയിപ്പും നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ മുന്നറിയിപ്പുകളെ മുഖവിലക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്നാണ് അതിന്റെ ആകത്തുക എന്ന് പറയുന്നത്. ഈ പിശാചിനെ കുറിച്ചുള്ള അവൻ നമ്മുടെ തെളിഞ്ഞ ശത്രുവാണെന്ന പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി നൽകിയ മുന്നറിയിപ്പ് നമ്മൾ വേണ്ടത്ര കരുതലോടുകൂടി പരിഗണിച്ചിട്ടില്ലെങ്കിൽ, ആ കാര്യത്തിൽ നേരിയ അലംഭാവമെങ്കിലും നമുക്ക് സംഭവിച്ചാൽ അതിന്റെ അപകടകരമായ അനന്തരഫലം അനുഭവിക്കേണ്ടി വരും എന്ന ഒരു പ്രശ്നവും നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. നമുക്കൊക്കെ വളരെ സുപരിചിതമായ വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം, തുടിക്കുന്ന ഹൃദയം, ഖൽബുൽ ഖുർആൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ സൂറത്ത് യാസീനിൽ അതിന്റെ അവസാന ഭാഗത്തോടടുക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മുന്നറിയിപ്പിനെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന, ഈ മുന്നറിയിപ്പിനെ സംബന്ധിച്ച് അള്ളാഹു നമ്മോട് എടുത്തു ചോദിക്കുന്ന ഒരു രംഗം ആ സൂറത്ത് യാസീനിന്റെ 55 മുതലുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യർ രണ്ട് വിഭാഗമായി വേർതിരിക്കപ്പെടുന്ന ഒരു രംഗം. പരലോകത്ത് ആ വിചാരണ വേളയിൽ മഹ്ശറിൽ വെച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗമായി വേർതിരിക്കും. ഫരീഖുൻ ഫിൽ ജന്ന, ഒന്ന് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അഹലുകാരാണ്, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന സംഘമാണെങ്കിൽ. മറ്റേത് ഫരീഖുൻ ഫിൽ സഖീർ, മറ്റേത് നരകാവകാശികളായി തീരുന്ന മറ്റൊരു സംഘമാണ്. ഈ രണ്ട് സംഘത്തിനും സംഭവിക്കാൻ പോകുന്ന അനന്തര ഫലത്തെ സംബന്ധിച്ചാണ് ഖുർആൻ സൂറത്ത് യാസീന്റെ 55 മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാഖിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാഖിഹത്തുൻ വലഹും മാ യദ്ഉൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഫരീഖുൻ ഫിൽ ജന്ന എന്ന് പരിചയപ്പെടുത്തിയ ആ വിഭാഗത്തിന്റെ സന്തോഷകരമായ, ആനന്ദകരമായ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ആ സ്വർഗാവകാശികൾ അവർ അവിടെ ആനന്ദത്തിൽ ആറാടുകയാണ്. അവരും അവരുടെ ഇണകളും ചാരുമഞ്ചങ്ങളിൽ, ആ കുളിർ തെന്നലുകളിൽ ആ സ്വർഗീയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുകയാണ്. ലഹും ഫീഹാ ഫാഖിഹത്തും വലഹും മാ യദ്ഉൻ. അവർക്ക് അവിടെ എല്ലാ അർത്ഥത്തിലും അവരുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ, പല സമൃദ്ധമായ അവസ്ഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സലാം, ആശംസകൾ അവർക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും സുന്ദരമായ, അത്രയും സൗഭാഗ്യകരമായ സാഹചര്യത്തിലൂടെ ഈ ഫരീഖുൻ ഫിൽ ജന്ന, സ്വർഗാവകാശികൾ കടന്നു പോകുമ്പോൾ മറുഭാഗം ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. കുറ്റവാളികളെ അങ്ങോട്ട് മാറി നിൽക്കും എന്ന് പറഞ്ഞാൽ ഈ വിഭാഗത്തിന്റെ കൂടെ നിൽക്കാൻ പോലും അർഹതയില്ലാത്തവരാണ് അവർ. ഫരീഖുൻ ഫിൽ ജന്ന എന്ന് പരിചയപ്പെടുത്തപ്പെട്ട വിഭാഗം അവർ സ്വർഗാവകാശികളാണെങ്കിൽ, ഈ വിഭാഗം, രണ്ടാമത്തെ വിഭാഗം, അവരുടെ കൂടെ നിൽക്കാൻ പോലും അർഹതയില്ലാത്ത വിഭാഗമാണ്. അതുകൊണ്ട് അവരോട് ഇങ്ങോട്ട് പ്രത്യേകമായി അവരോട് മാറ്റി നിർത്തപ്പെടുകയാണ്, അവരിൽ നിന്നും അകറ്റി നിർത്തപ്പെടുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നത്, അലം അഅഹദു ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ.
ആദം സന്തതികളെ, നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലേ? അലം അഹദ് ഇലൈക്കും, നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലേ? അല്ലാ തഅ്ബുദു ശൈത്വാൻ, ഈ പിശാചിന് നിങ്ങൾ വഴിപ്പെട്ടു പോകരുത് എന്ന കാര്യത്തിൽ നിങ്ങൾ മുന്നറിയിപ്പ് നൽകാത്തത് കൊണ്ടല്ലല്ലോ നിങ്ങൾക്ക് സംഭവിച്ചത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ എന്ന കാര്യം, ഇവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്, തെളിഞ്ഞ ശത്രുവാണ്, ഒളിഞ്ഞ ശത്രുവല്ല. ഇവൻ നിങ്ങളുടെ പ്രകടമായ തെളിഞ്ഞ ശത്രുവാണ് എന്ന കാര്യം നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലേ? ആ മുന്നറിയിപ്പിനെ മുഖവിലക്കെടുക്കാത്തത് കൊണ്ടല്ലേ ഈ കൊടും കുറ്റവാളികളുടെ കൂട്ടത്തിൽ അകപ്പെടാനുള്ള അവസരം നിങ്ങൾക്കുണ്ടായത്, ഈ ഒരു ഗതികേട് നിങ്ങൾക്ക് സംഭവിച്ചത്. ആ മുന്നറിയിപ്പ് മാത്രമല്ലല്ലോ, എനിക്ക് മാത്രമേ നിങ്ങളുടെ ജീവിതം വഴിപ്പെടാവൂ, എനിക്ക് കീഴ്പ്പെട്ടുകൊണ്ടുള്ള ജീവിതം മാത്രമേ നിങ്ങൾ നയിക്കാവൂ, നിങ്ങൾ കൊണ്ടു നടക്കാവൂ എന്ന കാര്യവും നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. ഹാദാ സിറാത്ത് മുസ്തഖീം, നേരായ വഴി അതൊന്നു മാത്രമാണ് എന്ന കാര്യവും നിങ്ങൾക്ക് അംബിയ മുർസലുകളിലൂടെ, ആ അംബിയ മുർസലുകളിലെ പിൻപറ്റിയ പിൻതലമുറകളിലൂടെ, സലഫുകളിലൂടെ, സ്വാലികളുടെ പ്രബോധകന്മാരിലൂടെ, വേദഗ്രന്ഥത്തിലൂടെ നിങ്ങൾക്ക് നൽകപ്പെട്ടിരുന്നില്ലേ? എന്നിട്ട് അല്ലാഹ് ചോദിക്കുകയാണ്, എന്തൊരു ഗതികേടാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനു തഅഖിലൂൻ, എന്നിട്ടും നിങ്ങളിൽ വലിയൊരു വിഭാഗത്തെ ഇങ്ങനെയൊക്കെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും സിറാത്തുൽ മുസ്തഖീമിനെ കുറിച്ച് കൃത്യമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടും അതിലേക്ക് വിളിക്കുന്ന വിളിയാളന്മാരെ നിരന്തരമായി നിങ്ങളിലേക്ക് അയച്ചുകൊണ്ടിരുന്നിട്ടും അത് ഓർമ്മപ്പെടുത്താനുള്ള മുന്നറിയിപ്പുകാർ നിങ്ങളിൽ നിരന്തരമായി വന്നുകൊണ്ടിരുന്നിട്ടും ഇതൊക്കെ ഉൾക്കൊള്ളുന്ന വിശുദ്ധ വേദഗ്രന്ഥത്തെ നിങ്ങൾ ജീവിച്ച കാലഘട്ടത്തിൽ നിങ്ങൾക്കിടയിൽ നിലനിർത്തിയിട്ടും നിങ്ങളിൽ നിന്നും വലിയൊരു വിഭാഗത്തെ, വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറൻ, നിങ്ങളിൽ വലിയൊരു വിഭാഗത്തെ എന്നിട്ടും ഈ പിശാചിന് വഴിതെറ്റിക്കാൻ കഴിഞ്ഞല്ലോ, ഈ പിശാച് വഴികേടിലാക്കിയല്ലോ, സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും അവൻ നിങ്ങളെ വ്യതിചലിപ്പിച്ചു കളഞ്ഞല്ലോ. അഫലം തകൂനു തഅഖിലൂൻ, എന്തൊരു ബുദ്ധിയില്ലായ്മയാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾക്ക് ബുദ്ധിയില്ലായിരുന്നു. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് ചോദിക്കുമ്പോഴും അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അതിന്റെ അനന്തരഫലമായി ഹാദിഹി ജഹന്നമുല്ലത്തി കുൻതും തുഅദൂൻ, അങ്ങനെ മുന്നറിയിപ്പുകളെ അവഗണിച്ചതിന്റെ പേരിൽ, മുന്നറിയിപ്പുകൾ മുഖവിലക്കെടുക്കാതെ താന്തോന്നിത്വത്തിന്റെയും തന്നിഷ്ടത്തിന്റെയും ആ തൻപോരിമയുടേതുമായ ജീവിതം നയിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് അന്ന് തന്നെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന, എന്ന് പറഞ്ഞാൽ അത്തരം ഒരു വഴികേടിന്റെ ജീവിതത്തിലൂടെ എത്തിച്ചേരാവുന്ന ഈ നരകത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് അന്ന് തന്നെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്ന ആ നരകം, ഇതാ ഹാദിഹി ജഹന്നമുല്ലത്തി കുൻതും തുഅദൂൻ, അതാണ് ഇനി നിങ്ങൾക്കുള്ളത്. ഇസ്റഉൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ അനുവർത്തിച്ച ഐഹിക ജീവിതത്തിൽ നിങ്ങൾ അനുവർത്തിച്ച നിഷേധാത്മകമായ നിലപാട് കാരണമായി ഇനി ഇതിൽ കത്തിയിരിക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചുകൊണ്ട് പറയുന്ന ഒരു രംഗത്തെ കുറിച്ച് ഖുർആൻ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നമ്മൾ അറിയിക്കേണ്ടത്, പരീക്ഷയ്ക്ക് മുൻകൂട്ടി ചോദ്യങ്ങൾ നൽകപ്പെട്ട അവസ്ഥയിലാണ് നമ്മളുള്ളത്. പരീക്ഷയ്ക്ക് മുൻകൂട്ടി ചോദ്യങ്ങൾ നൽകിയിരിക്കുകയാണ്. ആ പരീക്ഷാ ഹാളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യങ്ങൾ വളരെ കൃത്യമാണ്, അതിന്റെ ഉത്തരങ്ങളും പടച്ചറബ് തന്നെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. വരാവുന്ന ചോദ്യങ്ങളെ കുറിച്ച് അറിവ് നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഈ പരീക്ഷയിൽ വിജയിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നറിയിപ്പ് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, റമദാനിലെ ഒരു മാസക്കാലം ഇബ്ലീസിന്റെ ചങ്ങലകൾ തകർത്തെറിഞ്ഞുകൊണ്ട് ഇലാഹുമായി ചങ്ങാത്തത്തിലായ ഒരു മാസമായിരുന്നു നമുക്ക് റമദാൻ. റമദാൻ പിന്നിട്ടപ്പോ ആ ഇലാഹിന്റെ ചങ്ങാത്തത്തിൽ നിന്ന് നമ്മെ ഇറക്കിക്കൊണ്ടുവരാൻ ഇബ്ലീസിന്റെ ശ്രമങ്ങൾക്ക് സാധിച്ചോ എന്ന് നമ്മൾ വിലയിരുത്തണം. ഇബ്ലീസ് കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇലാഹുമായി ചങ്ങാത്തത്തിലായ നമ്മെ ഇലാഹിന്റെ ചങ്ങാത്തത്തിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇബ്ലീസിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഇലാഹുമായുള്ള നമ്മൾ സ്ഥാപിച്ചെടുത്ത ചങ്ങാത്തം, ആ റബ്ബുമായി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കരുത്തുറ്റ കണക്ഷൻ ഉണ്ടല്ലോ, അത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അത് കാത്തു സൂക്ഷിക്കുന്നിടത്ത് നമ്മുടേതായ പരിശ്രമത്തോടൊപ്പം പടച്ചവന്റെ സഹായവും കൂടി നമുക്കുണ്ടാകണം. നമ്മുടെ കരുതലിനോടൊപ്പം പടച്ചവന്റെ കാവലും കൂടി ഉണ്ടാകണം. നമ്മുടെ പരിശ്രമത്തോടൊപ്പം പടച്ചവന്റെ സംരക്ഷണവും കൂടി ഉണ്ടാകണം. മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിന്റെ സംരക്ഷണം നമ്മൾ ചോദിച്ചു വാങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മഹാനായ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ വാക്കുകൾ നമ്മൾ വിശുദ്ധ ഖുർആനിൽ കാണുന്നുണ്ടല്ലോ. ജീവിതത്തിന്റെ യൗവനത്തിന്റെ തീഷ്ണതയിൽ ഒരു യുവാവ് അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും കടുത്ത പരീക്ഷണത്തെ വളരെ മനോഹരമായി അതിജീവിച്ചുകൊണ്ട് ആ പ്രവാചകൻ പടച്ചവനുമായി പങ്കുവെക്കുന്ന ഒരു ഹൃദയ ഭാഷണമുണ്ട്. അള്ളാഹുവിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. പടച്ചവനെ, നീ എന്നെ കാത്ത് സംരക്ഷിച്ചില്ലെങ്കിൽ
നിന്റെ ഒരു സംരക്ഷണത്തിന്റെ കവചം എനിക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഇവരുടെ തന്ത്രങ്ങളിൽ ഞാൻ പെട്ടുപോകും, ഇവരുടെ കുതന്ത്രങ്ങളിൽ ഞാൻ പെട്ടുപോകും. വാക്കുമ്മിനൽ ജാഹിലിൻ, ഞാൻ ജാഹിലീങ്ങളിൽ ആപതിച്ചു പോകും. അതുകൊണ്ട് പടച്ചവനെ നിന്റെ ഒരു കാവലും ഒരു സംരക്ഷണവും എനിക്ക് വേണം എന്ന് യൂസുഫ് അലൈഹി സ്വലാം അല്ലാഹുമായി പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, പടച്ചവന്റെ ഒരു കാവലും കരുതലും അതും വളരെ പ്രധാനമാണ്. പരിശുദ്ധ ഖുർആനുമായി ഇടപഴകുമ്പോൾ പോലും ഖുർആന്റെ നിർദ്ദേശം എന്താ? ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഖിദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണല്ലോ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ എടുക്കുമ്പോൾ പോലും നിങ്ങൾ ആ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും പടച്ചവരോട് നിങ്ങൾ അഭയം തേടണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. വഇമ്മാ യൻസഅന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഖിദ് ബില്ലാഹ്. പ്രവാചകരെ, പിശാചിന്റെ വല്ല പ്രേരണയും താങ്കൾക്ക് അനുഭവപ്പെട്ടാൽ, പിശാചിന്റെ ഭാഗത്തുള്ള വല്ല പ്രലോഭനവും വല്ല പ്രേരണയും വല്ല ഇടപെടലിന്റെ സാധ്യതയും താങ്കൾക്ക് അനുഭവപ്പെട്ടാൽ ഫസ്തഖിദ് ബില്ലാഹി മിനശ്, അല്ലാഹുവിൽ താങ്കൾ അഭയം തേടണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പരിശ്രമത്തോടൊപ്പം റബ്ബിന്റെ ഒരു സംരക്ഷണം നമുക്ക് വേണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കളുടെ കാര്യത്തിലും നമ്മുടെ മക്കളുടെ ജീവിതത്തെയും ഇബ്ലീസിന് വിട്ടുകൊടുക്കാതിരിക്കുവാനുള്ള ജാഗ്രത നമ്മൾ പുലർത്തണം. മക്കളുടെ ദൈനംദിന അജണ്ടയിൽ പരിശുദ്ധ റമദാൻ ഗുണപരമായ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ ന്യായമായും പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സുബഹി നമസ്കാരത്തിൽ കൃത്യതയില്ലായിരുന്ന മക്കൾ റമദാനിൽ അത്താഴത്തിന് എഴുന്നേറ്റ് സുബഹി നമസ്കരിച്ച് ഉറങ്ങിയ ഒരു ശീലം അവർ സൃഷ്ടിച്ച് സാധിച്ചെടുത്തിട്ടുണ്ടായിരിക്കും. ഫർദ് നമസ്കാരങ്ങളുടെ നിഷ്ഠ നമ്മുടെ മക്കൾ ശീലിച്ച മാസമായിരുന്നു റമദാൻ. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം മക്കൾ കൂടുതൽ പ്രകടമാക്കിയ മാസമായിരുന്നു പരിശുദ്ധ റമദാൻ. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ആ നന്മകൾ നിലനിർത്തിക്കൊണ്ടു പോകാൻ പ്രിയമുള്ളവരെ, ഈ അവധിക്കാലം നമ്മൾ പ്രയോജനപ്പെടുത്തണം. സമയത്തിന്റെ വില, ജീവിതത്തിന്റെ ഗൗരവം നമ്മുടെ മക്കൾക്ക് അറിയാനും അനുഭവിക്കാനും അവസരം സൃഷ്ടിക്കണം. ഒരിക്കൽ ഒരു UP സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ആ ക്ലാസ്സിലെ അധ്യാപകൻ എഴുന്നേറ്റ് നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഒരല്പസമയം മക്കളോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. 7ാം ക്ലാസ്സിലെ കുട്ടികളാണ്. എന്നിട്ട് അവരോട് അധ്യാപകൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിർദ്ദേശം കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ണടക്കണം, എല്ലാവരും കണ്ണടക്കണം. കണ്ണടച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണ് തുറന്ന് നിങ്ങൾ ഇരിക്കണം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുക, നിർദ്ദേശം കിട്ടുമ്പോൾ കണ്ണടക്കുക, 2 മിനിറ്റ് കഴിയുമ്പോൾ ഇരിക്കുക. ഇതാണ് അധ്യാപകൻ കൊടുക്കുന്ന നിർദ്ദേശം. ഞാൻ പറയുന്നത് സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്. ആ കുട്ടികൾ നല്ല അച്ചടക്കമുള്ള മക്കളായിരുന്നു, നല്ല അനുസരണയുള്ള കുട്ടികളായിരുന്നു. കുട്ടികൾ മറിച്ചൊന്നും ചോദിക്കാതെ ആ അധ്യാപകന്റെ നിർദ്ദേശപ്രകാരം എഴുന്നേറ്റ് നിന്നു. അധ്യാപകൻ കുട്ടികളോട് കണ്ണടക്കാൻ നിർദ്ദേശം കൊടുത്തു. കുട്ടികളൊക്കെ കണ്ണടച്ചു. അങ്ങനെ കുട്ടികൾ ഓരോരുത്തരായി ഇരിക്കാൻ തുടങ്ങി. ആദ്യത്തെ കുട്ടി ഏതാണ്ട് 1/2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ കുട്ടി ഇരുന്നു. അപ്പൊ ആ കുട്ടി വിചാരിക്കുന്നത് ഇപ്പൊ 2 മിനിറ്റ് ആയിട്ടുണ്ട് എന്നാണ്. 3 കുട്ടികൾ ഒഴികെയുള്ള മുഴുവൻ കുട്ടികളും 1.5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇരുന്ന് കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഓരോ കുട്ടിയും വിചാരിച്ചത് 2 മിനിറ്റ് ആയിട്ടുണ്ട് എന്നാണ്. 3 കുട്ടികൾ മാത്രമാണ് ഏതാണ്ട് 2 മിനിറ്റ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ആ 3 കുട്ടികളോട് അധ്യാപകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും നേരം കണ്ണടച്ചു നിന്നത്? അപ്പോ ഈ കുട്ടികൾ പറയുന്നുണ്ട്, ഞങ്ങളോട് 2 മിനിറ്റ് കണ്ണടച്ച് നിൽക്കാനാണല്ലോ സാറ് പറഞ്ഞത്. ഞങ്ങൾ മനസ്സിൽ 120 വരെ എണ്ണിയിരുന്നു. ഒരു സെക്കൻഡിന് 1 എന്ന നിലയിൽ ഞങ്ങൾ 120 തവണ എണ്ണി, 120 വരെ നമ്പർ വരെ എണ്ണി. വളരെ ബുദ്ധിപരമായ ഒരു നടപടിയാണ് ആ കുട്ടികൾ ചെയ്തത്. അപ്പൊ അധ്യാപകൻ ഈ കുട്ടികളോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഈ 3 കുട്ടികളോട് വീണ്ടും ചോദിച്ചു. ബാക്കിയുള്ള ഓരോ കുട്ടികളും ഇരുന്നപ്പോ ഇവർ കാണുന്നുണ്ട്, തൊട്ടടുത്ത കുട്ടികൾ ബെഞ്ചുമേ ഇരിക്കുമ്പോൾ ഒച്ചൊക്കെ ഉണ്ടാവുമല്ലോ. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇരുന്നപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? അപ്പൊ ഈ കുട്ടികൾ പറഞ്ഞു, ചിലപ്പോ 2 മിനിറ്റ് ആയിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ കരുതി, പക്ഷെ എന്നാലും ഞങ്ങളുടെ കണക്കനുസരിച്ച് ആയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കാതിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് 2 മിനിറ്റ് മുതൽ 1.25 മിനിറ്റ് വരെ നിന്നപ്പോഴേക്കും ഈ കുട്ടികൾക്ക് തോന്നി 2 മിനിറ്റ് ആയിരിക്കുന്നുവെന്ന്. 2 മിനിറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ദൈർഘ്യമുള്ളതായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്, ഈ കുട്ടികൾക്ക് അനുഭവപ്പെടുന്നത്. 2 മിനിറ്റ് 120 സെക്കൻഡേ ഉള്ളൂ. നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ പല ടൗണുകളിലും ഇപ്പോ ട്രാഫിക് സിഗ്നലുകൾ കാണാറുണ്ട്. 1 മിനിറ്റ് നേരമാണ് ഗ്രീൻ സിഗ്നലിന് എത്താനുള്ള, നമ്മളെ ഏത് സമയത്തോടെ എത്തിയാലും മാക്സിമം 1 മിനിറ്റ് നേരമായിരിക്കും ഗ്രീൻ സിഗ്നൽ വീണ്ടും വരാനുള്ള പരമാവധി സമയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. നമ്മളൊരു യാത്രയിലാണെന്ന് കരുതുക, ഒരല്പം അത്യാവശ്യമായിട്ട് നമ്മൾ യാത്ര പുറപ്പെടുകയാണെങ്കിൽ ഈ സിഗ്നലിലെ 60 സെക്കൻഡ് അഥവാ 1 മിനിറ്റ് സമയം നമുക്കൊക്കെ വളരെ ദൈർഘ്യമുള്ളതായിട്ടുണ്ട്.
ഒരുപാട് സമയമുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലെ? ആ ഒരു 60 സെക്കൻഡ് നമ്മൾ തിരക്കിട്ട് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ. ഇനി അതേസമയം നമ്മൾ വളരെ ഇഷ്ടമുള്ള, നമുക്കേറെ ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലോ സമയം വളരെ പെട്ടെന്ന് കടന്നു പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പൊ ഈ സിഗ്നലിൽ കിടക്കേണ്ടി വരുന്ന ഈ 60 സെക്കൻഡ് സമയ ദൈർഘ്യം പോലും ചിലപ്പോ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ 1 മണിക്കൂർ നമുക്ക് അനുഭവപ്പെടുകയില്ല. എക്സാമ്പിൾ പറയാണ്, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട, നമ്മൾ ഏറെ സ്നേഹിക്കുന്ന 2 ടീമുകളുടെ ഫുട്ബോൾ മത്സരം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ 90 മിനിറ്റ് ഒക്കെ പോയതെന്ന് അറിയില്ല. എക്സ്ട്രാ ടൈമിലേക്ക് കളി മാറുന്നത് നമ്മൾ അറിയില്ല. അത്രയും പെട്ടെന്നായിരിക്കും സമയം കഴിഞ്ഞു പോവുക അല്ലെ? ഞാൻ സൂചിപ്പിച്ചു വന്നത്, സമയം എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യമാണ്. സമയം എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ അറിയുമോ, നമ്മൾ ഈ ദുനിയാവിൽ കഴിച്ചു കൂട്ടുന്ന അനേക വർഷങ്ങൾ, 80ഉം 70ഉം 90ഉം ഒക്കെ വർഷങ്ങൾ വളരെ നിസ്സാരമായി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് പടച്ചറപ്പ് നമ്മെ അറിയിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അത് എപ്പോഴാണെന്നറിയോ? നമ്മളിവിടെ 70ഉം 80ഉം ഒക്കെ വർഷം കഴിഞ്ഞ് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മളൊക്കെ മനുഷ്യരിൽ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ചുകൊണ്ടുള്ള ഒരു സംസാരം പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യതഹാബത്തുന ബൈനഹും ഇൻ ലബിത്തുമില്ല അശറ. ആ പാരത്രിക നാളിൽ അവർ പരസ്പരം ഇങ്ങനെ പിറുപിറുക്കാണ്. ഭൂമിയിൽ നിങ്ങൾ കഷ്ടിച്ചൊരു 10 ദിവസമേ കഴിഞ്ഞു കൂടിയിട്ടുണ്ടാവും. സൂറത്ത് താഹ 103-ാമത്തെ ആയത്തിൽ ഭൂമിയിൽ നിങ്ങൾ കഴിച്ചു കൂട്ടിയത് കേവലം ഒരു 10 ദിവസമായിരിക്കും. പക്ഷെ അവിടെ കൊണ്ട് നിൽക്കണില്ല. ഇത് യഖൂലു അംസലുഹും ത്വരീഖത്തൻ ലബിത്തുമില്ല യൗമ. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കണക്ക് കൂട്ടാൻ കൂടുതൽ വൈദഗ്ധ്യമുള്ള, മാത്സിൽ കുറച്ചും കൂടിയൊക്കെ താല്പര്യമുള്ള ആളുകൾ, കാര്യങ്ങൾ ശരിയാവണ്ണം മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ പറയുന്നത് ഈ ലബിത്തും ഇല്ല അംസലും ത്വരീഖത്തൻ ലബിത്തും ഇല്ല യൗമ. അത്രയൊന്നുമില്ല, 10 ദിവസമൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം മാത്രമാണ് നമ്മൾ ദുനിയാവിൽ കഴിച്ചു കൂട്ടിയത്. ഇനിയും മറ്റൊരു മറുപടിയെ കുറിച്ച് സൂറത്തു നാസിആത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയത്തൻ ഔ ദുഹാഹ. ഈ ജനം അന്ത്യദിനം കാണുന്ന ആ വിചാരണ ദിനം, മരണവേള എന്നും വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു പോകും, ഒരു സായാഹനം അതല്ലെങ്കിൽ ഒരു പൂർവാഹനം മാത്രമേ ഈ ഐഹിക ജീവിതത്തിൽ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്നാണ് അവർക്ക് തോന്നുക എന്ന്. പോരാ, വയൗമ തഖൂമു സാഅത്തു യുഖ്സിമുൽ മുജ്രിമൂന മാ ലബിസു ഗൈറ സാഅ. അന്ത്യദിനം വരുമ്പോ, ഖിയാമത്ത് സംഭവിക്കുമ്പോ കുറ്റവാളികൾ ആണയിട്ട് പറയുകയാണ്, തങ്ങൾ ഒരു നാഴികയിലധികം സമയം ഇവിടെ താമസിച്ചിട്ടേ ഇല്ല എന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, ദുനിയാവിലെ 80ഉം 90ഉം ഒക്കെ വർഷം അത്രയും നീണ്ടു നിൽക്കുന്ന ജീവിതത്തെ ആഖിറത്തിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരൊറ്റ മണിക്കൂറിന്റെ ദൈർഘ്യമായിട്ടേ നമുക്ക് തോന്നുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത്രയും നിസ്സാരമായിട്ടാണ് ദുനിയാവിനെ ആഖിറത്തിൽ നിന്നുകൊണ്ട് വീക്ഷിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക എന്ന്. നമ്മളൊക്കെ ഈ ആയുർവേദ മരുന്ന് കടകളിലൂടെ മുന്നിലൂടെ കടന്നു പോകാറുണ്ടായി. ഇപ്പൊ പലപ്പോഴും അത്തരം കടകളൊക്കെ അപൂർവമാണ്. എന്നാലും ചില വൈദ്യശാലകളിലെങ്കിലും അത്തരം അനുഭവങ്ങൾ നമുക്കുണ്ടാകും. അവിടെ ആ മരുന്നുശാലയിലെ വൈദ്യൻ മരുന്നുകൾ വെട്ടിക്കൂട്ടുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ? മരുന്നുകൾ ഇങ്ങനെ വെട്ടിക്കൂട്ടുന്നത്, കഷായത്തിന്റെ മരുന്നുകൾ വെട്ടിക്കൂട്ടുന്നത് കാണാറുണ്ട്. ഓരോ കൊത്തുമ്പോഴും വൈദ്യന്റെ ഇടത് കയ്യിൽ പിടിച്ചിട്ടുള്ള മരുന്ന് കമ്പുകൾ അല്ലെങ്കിൽ വള്ളിയോ വേരോ എന്തോ ആകട്ടെ, ആ കമ്പിന്റെ അളവ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കും അല്ലെ? ഓരോ വെട്ടുമ്പോഴും ഇടത് കയ്യിലെ കമ്പിന്റെ അല്ലെങ്കിൽ വള്ളിയുടെ അളവ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവർ, നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ആയുസിന്റെ അവസ്ഥയും ഇത് തന്നെയല്ലേ? ഇതുപോലുള്ള ഈ ക്ലോക്കുകൾക്കൊക്കെ ചിലപ്പോൾ ഈ സെക്കൻഡ് സൂചിയുടെ അനുസരിച്ച് താഴെ ഒരു ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സംവിധാനം ഉണ്ടാവും ചില ക്ലോക്കുകൾക്ക്, പഴയ ക്ലോക്കുകൾക്കൊക്കെ. ഓരോ സെക്കൻഡിലും അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ആ ക്ലോക്ക് നമ്മുടെ ആയുസ്സിനെ, ചില ക്ലോക്കുകൾക്ക് ഈ സെക്കൻഡ് സൂചി ചലിക്കുമ്പോൾ ഒരു ടക് ടക് എന്നുള്ള ശബ്ദം ഉണ്ടാവും. ആ ഓരോ ടക് ടക് എന്ന് പറയുന്ന ശബ്ദവും നമ്മുടെ ആയുസ്സിനെ വെട്ടിവീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മരണം അടുത്ത നിമിഷത്തിൽ സംഭവിച്ചാലും ഒരുപക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് സംഭവിച്ചാലും കടന്നു പോകുന്ന ഓരോ സെക്കൻഡിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോ സെക്കൻഡുകൾ ഇങ്ങനെ അടർന്നു വീണുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ സെക്കൻഡ് പിന്നിടുമ്പോഴും ദുനിയ ഖരീബുനിൽ ആഖിറ, അതാണല്ലോ നമ്മുടെ അവസ്ഥ. ദുനിയാവിൽ നമ്മൾ അകലുകയും ആഖിറത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതല്ലെങ്കിൽ നമ്മുടെ ആയുസ്സിനെ ഇങ്ങനെ അടർത്തി വീഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞു പോകുന്ന സെക്കൻഡുകൾ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല എന്നത് നമ്മളൊക്കെ അനുഭവ യാഥാർത്ഥ്യവുമാണല്ലോ. ഇതാണ് പ്രിയമുള്ളവരെ സമയത്തിന്റെ വില എന്ന് പറയുന്നത്.
ഇതാണ് സമയത്തിന്റെ വില എന്ന് പറയുന്നത്. ഇത്രയും വിലപ്പെട്ട സമയത്തിനിടയിലാണ് നമുക്ക് ഫറാഗ് ലഭിക്കുന്നത്, അഥവാ ഒഴിവ് സമയങ്ങൾ ലഭിക്കുന്നത്. നമ്മൾ ഹോളിഡേ എന്ന് പറയാറുണ്ട്, വെക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മിനിറ്റുകളുടെയും സെക്കൻഡുകളുടെയും ഒരു കൂട്ടമാണല്ലോ. സെക്കൻഡുകളും മിനിറ്റുകളും ചേർന്ന മണിക്കൂറുകളും ദിവസങ്ങളുമാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ഈ സെക്കൻഡുകൾ അരിഞ്ഞു വീഴ്ത്തപ്പെടുന്നു എന്നതിന്റെ അർത്ഥം നമ്മുടെ ആയുസ് തന്നെയാണ് അരിഞ്ഞു വീഴ്ത്തപ്പെടുന്നത് എന്നതാണ്. അപ്പോൾ അതിൽ നിന്നും എങ്ങനെയാണ് ഫറാഗ് ലഭിക്കുന്നത്? അപ്പോൾ അതിൽ നിന്നും എവിടെയാണ് ഫറാഗ് ലഭിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകിയല്ലോ, നിഅമത്താൻ മഖബൂറുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള രണ്ട് അനുഗ്രഹങ്ങൾ, മനുഷ്യന് അല്ലാഹു നൽകിയിട്ടുള്ള രണ്ട് അനുഗ്രഹങ്ങൾ. പക്ഷേ ആ അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ അധിക മനുഷ്യരും വഞ്ചിതരാണ്, വഞ്ചിക്കപ്പെട്ട അവസ്ഥയിലാണ് ജീവിതം കടന്നു പോകുന്നത്. ഏതാണ് രണ്ട് അനുഗ്രഹങ്ങൾ? ഒന്ന് അസ്സിഹത്ത്, രണ്ടാമത്തേത് വൽ ഫറാഗ്. ഒന്നാമത്തേത് മനുഷ്യന് ലഭിച്ചുള്ള ആരോഗ്യമാകുന്ന അനുഗ്രഹമാണ്, രണ്ടാമത്തേത് ഒഴിവ് സമയമാകുന്ന അനുഗ്രഹമാണ്. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉറങ്ങാൻ സമയം ആവശ്യമാണ്, വിശ്രമിക്കാനും സമയം ആവശ്യമാണ്. എന്നാൽ ഒഴിവ് എന്ന് പറയുന്ന ഒരു സംഗതി, ഒഴിഞ്ഞിരിക്കുന്ന സമയം എന്ന് പറയുന്ന ഒരു സംഗതി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശ്രമവും ഒഴിവും രണ്ടും രണ്ടാണ്. വിശ്രമവും ഒഴിവുവേളയും രണ്ടും രണ്ടാണ്. വിശ്രമം എന്ന് പറയുന്നത് ജീവിതം സുഖകരമാക്കി തീർക്കാനും മെച്ചപ്പെട്ടതാക്കി തീർക്കുവാനുമുള്ള ഉദ്ദേശപൂർണമായ ഒരു പ്രവർത്തനത്തിനാണ് നമ്മൾ വിശ്രമം എന്ന് പറയുക. ഒന്നും ചെയ്യാതിരിക്കുന്നതിനല്ല വിശ്രമം എന്ന് പറയുന്നത്, മറിച്ച് വിശ്രമവും ഉദ്ദേശാധിഷ്ഠിതമായ ഒരു പ്രവർത്തനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിനും വിശ്രമത്തിനും നല്ല പ്രോത്സാഹനം നൽകിയ പ്രവാചകനാണ്. ഉറക്കത്തിനും വിശ്രമത്തിനും നല്ല പ്രോത്സാഹനം നൽകിയ പ്രവാചകനാണ്. ഉറങ്ങാതിരിക്കുക എന്നത് ശരീരത്തോട് ചെയ്യുന്ന അനീതിയാണ്. നിന്റെ ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട്. നിശ്ചിത സമയം ഉറങ്ങുക എന്നത് ശരീരത്തോടുള്ള ഹക്കാണ്, ശരീരത്തിന് ലഭിക്കേണ്ട അവകാശമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകനാണ്. ഒരിക്കലും ഒരു വീട്ടുജോലിക്കാരി വളരെ വൈകിട്ടും രാത്രി ഒരുപാട് വൈകിട്ടും ജോലി ചെയ്യുന്നത് കണ്ട റസൂൽ പറയുന്നുണ്ടല്ലോ, മതിയാക്ക്, നിങ്ങൾക്ക് മടുക്കുന്നത് വരെ അള്ളാഹു മടുക്കുകയില്ല, നിങ്ങൾ മടുത്താൽ അള്ളാഹു മടുക്കും, അതുകൊണ്ട് മടുത്താൽ പിന്നെ ജോലി ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇഷ്തിറാഹത്തിൽ എന്ന് വിശ്രമത്തിന് അറബിയിൽ പറയും. ഇഷ്തിറാഹത്ത് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്ത് ക്ഷീണിക്കുമ്പോൾ തുടർന്നുള്ള ജോലി ഫലപ്രദമാക്കുന്നതിനുള്ള ഒരു പ്രവർത്തനത്തിനാണ് നമ്മൾ വിശ്രമം എന്ന് പറയുന്നത്. അവിടെ വിശ്രമവും ജോലിയുടെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കുക. അത് നമുക്ക് ആവശ്യമാണ്, ഉറക്കവും നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഫറാഗ് എന്ന് പറയുന്നത് നമുക്ക് അനിവാര്യമായ ഒരു സംഗതിയല്ല. വല്ല ഒഴിവും നമുക്ക് ലഭിച്ചാൽ ആ ഒഴിവ് വേളകളെ ഏറ്റവും ഫലപ്രദമായി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ടല്ലോ, ഫൈദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫർഹബ്. ഒരു ഒഴിവ് നിനക്ക് ലഭിച്ചാൽ നീ ചെയ്യേണ്ടത് മറ്റൊരു പ്രയോജനകരമായ മറ്റെന്തെങ്കിലും നീ വ്യാപൃതമാവുകയാണ്. ഒഴിവ് വേളകൾ വന്നു ചേരുന്നതിന് മുമ്പ് തന്നെ ആ ഒഴിവ് വേളകളെ ഏറ്റവും മനോഹരമായി പ്രയോജനപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചുള്ള ആസൂത്രണം ചെയ്യുക എന്നതാണ് വിശ്വാസികളെന്ന് നമുക്ക് കഴിയേണ്ടത്. അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഒഴിവുവേളകളാണെങ്കിൽ അതിൽ നിന്നും ഒരല്പസമയം എടുത്തുകൊണ്ട് ആസൂത്രണം ചെയ്യാൻ കഴിയണം. ഇപ്പോ നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം വേനലവധിയാണ്. പെരുന്നാളും പരീക്ഷയും കഴിഞ്ഞിട്ടുള്ള വേനലവധിയാണ്. നമുക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾക്കും. നമ്മുടെ ഒഴിവുവേളകൾ മാത്രമല്ല നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത്, നമ്മുടെ കുട്ടികളുടെ ഒഴിവുവേളകളും നമ്മൾ ആസൂത്രണം ചെയ്യണം. ഒഴിവുവേളകൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. ഒഴിവുവേളകൾ അനുഗ്രഹമായി തീരുന്നത് അതിനെ ഫലപ്രദമായി നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോഴാണ്. ഈ വെക്കേഷൻ എന്ന് പറയുന്നത് വ്യവസ്ഥയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നും വ്യവസ്ഥയില്ലാത്തൊരു കാലത്തിലേക്ക് മാറുന്ന സമയമാണ്, അല്ലെ? കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടായിരുന്ന ഒരു ജീവിതം ഷെഡ്യൂൾഡ് അല്ലാത്ത ഒരു അവസരത്തിലേക്ക് മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഷെഡ്യൂൾഡ് അല്ലാത്ത അവസ്ഥയെ എത്ര കണ്ട് നമുക്ക് മനോഹരമായി ആസൂത്രണം ചെയ്ത് പ്രയോജനപ്പെടുത്താൻ കഴിയുമോ അത്രയും അതിന്റെ നന്മകൾ നമ്മുടെ മക്കൾക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള, നമ്മുടെ മക്കൾക്ക് ലഭിച്ചിട്ടുള്ള ഒഴിവുവേളയെ കൂടി സമയം അനുഗ്രഹമാണെന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പ്രയോജനപ്പെടുത്താനും വിജ്ഞാനത്തിനും വിനോദത്തിനും അല്ലാതെ അടച്ചിട്ട മുറികളിൽ ഇരുത്തിക്കൊണ്ടുള്ള പ്രയോജനപ്പെടുത്തൽ മാത്രമല്ല, അവരുടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവും ഇസ്ലാമികവും ഒക്കെയായ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അതിനെ ആസൂത്രണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ കുറെ കൂടി മൂർത്തമായ രീതികൾ വരുന്ന ഖുതുബയിൽ
സൂചിപ്പിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനാനന്തര ജീവിതത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന വിധത്തിൽ തന്നെ തുടർന്നു കൊണ്ടുപോകാൻ, ആ നന്മകൾ നിലനിർത്തി മുന്നോട്ട് പോകാൻ, റബ്ബുമായി നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ആത്മബന്ധത്തെ, നമ്മുടെയും മക്കളുടെയും ഇസ്ലാമിക ജീവിതത്തെ അതിന്റെ കുഴയിൽ നിന്നും തെറ്റിപ്പോകാതെ, ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് മാറിപ്പോകാതെ, പൈശാചികമായ എല്ലാ പ്രേരണകളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷിയും കഴിവും അതിനുള്ള സന്നദ്ധതയും അതിനുള്ള സാഹചര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക്, നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.